മിച്ചു. മുറ്റത്ത് സ്കൂട്ടി ഒതുക്കി വച്ചിട്ട് കയറി വരുന്ന മിച്ചു ജയന്റെ അലർച്ചയിൽ ഹാളിൽ തന്നെ നിന്നുപോയി. മണി എത്രയാടി? ഇത്ര നേരം നീ എവിടെയായിരുന്നു? ജയൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ വിനിച്ചേച്ചിയുടെ കൂടെ ഒന്ന് പുറത്തു പോയതാണ് അച്ഛാ. ആ അമ്മേ. അടിയുടെ ശബ്ദവും മിച്ചുവിന്റെ കരച്ചിലും കേട്ട് വിനയ ഓടി ഹാളിലേക്ക് ഇറങ്ങി വന്നു. കള്ളം പറയുന്നോ? ഹോട്ടൽ പാരഗണിൽ നീ പോയത് ആ നിരഞ്ജനൊപ്പം അല്ലേടി? അതോ ഇനി അതും വിനീതയ്ക്കൊപ്പം ആണെന്ന് നീ പറയുമോ? പിടിച്ച് അവളെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ജയൻ മുരണ്ടു. ജയേട്ടാ, അവളെ വിട്. കാര്യങ്ങൾ നമുക്ക് സമാധാനത്തോടെ ചോദിക്കാം. അയാളുടെ ഭാവം കണ്ട് വിനയ പേടിയോടെ ഓടിവന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ മിണ്ടരുത്. ഇന്ന് 3 ദിവസമായി ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു വാക്ക് ചോദിച്ചോ ഈ പിഴച്ചവളോട്? വെറുപ്പോടെ മിച്ചുവിന്റെ സെറ്റിയിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അയാൾ ചോദിച്ചു. ആ തന്തയില്ലാത്തവളും ഒളിച്ചോടിപ്പോയ തള്ളയുടെ മകനും വന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനു സംശയിക്കണം? വേദന കൊണ്ട് പിടഞ്ഞു കരയുന്ന മിച്ചുവിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വിനയ ദേഷ്യത്തിൽ അയാളോട് ചോദിച്ചു. ഓ, അപ്പോ അവർ പറഞ്ഞത് കള്ളമാണെന്നാണോ കെട്ടിലമ്മയുടെ വിചാരം? എന്നാൽ അങ്ങനെയല്ല. ഇന്ന് നിന്റെ മോളുണ്ടല്ലോ, ഈ പിഴച്ചവൾ, ശിവദാസന്റെ മോനില്ലേ ആ നിരഞ്ജൻ, അവനൊപ്പം അവന്റെ ഹോട്ടലിൽ പോയിരുന്നു. കഠിനമായ മനോവേദനയോടെ അയാൾ പറഞ്ഞു. വിനയ ഒരു നടുക്കത്തോടെ മുഖം കുനിച്ചിരിക്കുന്ന മിച്ചുവിനെ നോക്കി. നീ പറഞ്ഞില്ലേ തന്തയില്ലാത്തവൾ എന്നും ഓടിപ്പോയവളുടെ മകനെന്നും. ആ 2 കുട്ടികൾ ഇന്ന് വരെ ആരെ കൊണ്ട് എന്തെങ്കിലും മോശം പറയിച്ചിട്ടുണ്ടോ വിനയെ? പക്ഷെ ഇവളെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടെയാണ് ഇവൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ പറയ്. വിങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചതിന് മറുപടിയൊന്നുമില്ലാതെ മുഖം കുനിച്ച് വിനയ. അമ്മേ. അതുവരെ മുഖം കുനിച്ച് വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്ന മിച്ചു മെല്ലെ വിനയെ വിളിച്ചു. നിനക്ക് അവനുമായിട്ട് എന്താ ബിച്ചു ബന്ധം? രൂക്ഷമായ നോട്ടത്തോടെ അവർ ചോദിച്ചു. അതമ്മേ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. രഞ്ജേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. മിച്ചു വലിയ പേടിയൊന്നുമില്ലാതെ തന്നെ പറയുന്നത് കേൾക്കെ വിനയും ജയനും പരസ്പരം നോക്കി. അവന്റെ സ്വഭാവവും ജീവിത രീതിയുമൊക്കെ നിനക്കറിയോടി? 1 വർഷമായില്ല ഒരു പെൺകൊച്ച് ജീവനും കൊണ്ട് ഇവന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിട്ട്. ഇതൊക്കെ അറിഞ്ഞു വെച്ച് കൊണ്ടാണോ മിച്ചു നീ എടുത്തു ചാടുന്നത്? ആദ്യം ദേഷ്യത്തിൽ പറഞ്ഞു വന്ന വിനയ അവസാനമായപ്പോൾ കരഞ്ഞുപോയി. അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നതാണ്. ആ പെണ്ണിന് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് രഞ്ജേട്ടൻ കൈയോടെ പിടിച്ചു. അതുകൊണ്ട് ഒരു ആത്മഹത്യാ നാടകം നടത്തി ആ കുഞ്ഞിനെയും കളഞ്ഞു വീട്ടുകാർക്കൊപ്പം പോയി. ഇതാണ് ശരിക്കും സംഭവിച്ചത്. മിച്ചു വലിയ കാര്യമായിട്ട് തന്നെ നിരഞ്ജനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. മിച്ചു മോളെ, നീ കുഞ്ഞാണ്. നിന്നോട് അവൻ പറഞ്ഞതൊന്നും സല്ല സത്യം. ആ പെൺകുട്ടി അവന്റെ ഒപ്പം ജീവിച്ച 3 4 മാസം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സഹി കെട്ടാണ് മരിക്കാൻ പോലും അവൾ ശ്രമിച്ചത്. അമ്മ പറയുന്നത് മോള് കേൾക്ക്. നമുക്കിത് വേണ്ട. ഈ ബന്ധം ശരിയാവില്ല. പിന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലമ്മേ, എനിക്ക് രഞ്ജേട്ടനല്ലാതെ മറ്റാരെയും വേണ്ട. ഇനി വേറെ ഒരാൾക്കൊപ്പം ജീവിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അച്ഛനും അമ്മയും കൂടെ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. ഇല്ലെങ്കിൽ ഞാൻ രഞ്ജേട്ടന്റെ കൂടെ ഇറങ്ങിപ്പോവും. മിച്ചു മുഖമുയർത്തി അച്ഛനെയും അമ്മയെയും നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കേട്ടില്ലേ? നിന്റെ മോള് പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല്, അവന്റെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിച്ച് കെട്ടിക്കൊടുക്ക്. കൂടെ ഇതിനൊക്കെ കൂട്ടുനിന്ന് നിന്റെ ആങ്ങളുടെ മോളെ കൂടെ കൂട്ടിക്കോ നീ കൂട്ടിന്. പിന്നെ ഒന്നിനും എന്നെ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ അമ്മയും മോളും. അവളുടെ വാക്കുകൾ കേട്ട് പല്ല് കടിച്ചുകൊണ്ട് ജയൻ അമ്മയെയും മോളെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി മുന്നോട്ട് എന്തെന്ന ചിന്തയോടെ വിനയ വെറും നിലത്ത് പടിഞ്ഞിരുന്നു പോയി. ഫോൺ നമ്പരും വാങ്ങി അമ്ന പോയിട്ട് ഒരാഴ്ചയിലേറെയായെങ്കിൽ ഒരു കോളോ മെസ്സേജ് ഒന്നും അവിടെ നിന്നും ഉണ്ടായില്ല. പതിയെ പതിയെ അവൾ വിളിക്കുമെന്ന പ്രതീക്ഷയും എല്ലാവർക്കും നഷ്ടമായി. അച്ചു അവളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് വീണ്ടും ഒന്നുകൂടെ കാണാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അത്യാവശ്യമായി നാട്ടിലേക്ക് പോയി എന്നാണ് അമ്നയുടെ കൂട്ടുകാരികൾ വഴി അറിയാൻ കഴിഞ്ഞത്. ഇനി കാര്യങ്ങൾ അറിയാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്ന തീരുമാനത്തിൽ കാശിയും കൂട്ടുകാരും എത്തി. ഡി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് അല്പം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വിനീതയും കൂടെ മിച്ചുവും കയറി വന്നത്. വിനീതയെ കണ്ടതോടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 2-3 കുട്ടികൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രണ്ടാളുടെയും വരവ് കണ്ട് അച്ചുവും അപ്പുവും പരസ്പരം ഒന്ന് നോക്കി. എന്താ മിസ്സേ? അച്ചുവാണ് അത് ചോദിച്ചത്. എനിക്ക് അർപ്പിതയോടാണ് സംസാരിക്കാനുള്ളത്. അശ്വതി ഒന്ന് പുറത്തേക്ക് നിന്നേ. കൈയും കെട്ടി നിന്ന് വിനീത പറഞ്ഞു. അത് മിസ്സേ. അച്ചു എന്തോ പറയാൻ ശ്രമിച്ചു. അശ്വതി പുറത്തേക്ക് പോകുന്നില്ല മിസ്സേ. അവൾക്ക് കേൾക്കാൻ പാടില്ലാത്ത ഒന്നും മിസ്സും എന്നോട് പറയണമെന്നില്ല. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. എന്താ അവൻ രണ്ടും കൂടെ ചോദിക്കാനും പറയാനും വന്നത് എന്ന് ചെറിയ ഒരു ഊഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പു തല ഉയർത്തി നിന്ന് പറഞ്ഞു. ഓ, അർപ്പിതലക്ഷ്മി നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയതല്ലോ. ഒരു പുച്ഛച്ചിരിയോടെ വിനീത തിരക്കി. അപ്പു അതിന് മറുപടി ഒന്നും പറയാതെ നിന്നു. നീ എന്താടി എന്നെക്കുറിച്ചുള്ള കാര്യമൊക്കെ ചെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തത്? അപ്പുവിന്റെ ചുമലിൽ പിടിച്ച് ഒന്ന് തള്ളിക്കൊണ്ട് പെട്ടെന്നാണ് മിച്ചു ചോദിച്ചത്. ആ നീക്കം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ തള്ളലിൽ അവളൊന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി. അപ്പു. അച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രൂക്ഷമായി മിച്ചുവിനെ നോക്കി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം. അല്ലാതെ കൈകൊണ്ടുള്ള കളിയൊന്നും വേണ്ട.
അപ്പു സ്വല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. കൈകൊണ്ട് പറഞ്ഞാൽ നീ എന്തു ചെയ്യുമടി കള്ളി? മിച്ചു നിരഞ്ജന്റെ കൂടെ കാറിൽ വന്ന് ഇറങ്ങിയത് നീ കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടല്ലേടി എല്ലാരും കൂടെ തല്ലിയതും ഇപ്പോൾ അവൾക്ക് പിന്നാലെ നടക്കുന്നതും? വിനീത ദേഷ്യത്തോടെ അപ്പുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമല്ലേ പറഞ്ഞത്? മിച്ചേച്ചി അയാൾക്കൊപ്പം വന്നത് ഞാൻ കണ്ടതാണ്. അപ്പുവും ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വിനിച്ചേച്ചി, ഇവൾ അന്ന് എന്നെ കണ്ടു എന്ന്. ബസ്സിലിരുന്നവൾ എന്നെ എത്തി നോക്കിയത് ഞാൻ കണ്ടിരുന്നു. അച്ഛൻ എന്നോട് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് ഇവള് തന്നെയാവും കാശിയേട്ടനോട് പറഞ്ഞു കൊടുത്തത് എന്ന്. ഇപ്പോൾ ഇവളുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നത് കണ്ടോ? അപ്പുവിൻ്റെ കവളിൽ പിടിച്ചു മുരണ്ടുകൊണ്ട് മിച്ചു പറഞ്ഞു. വിനീതയാവട്ടെ അപ്പുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു നോവിച്ചു. വിട് മിച്ചേച്ചി എന്നെ. കവൾ വേദനിച്ചിട്ട് അപ്പുവിനെ കണ്ണൊക്കെ നിറഞ്ഞു തോണ്ടി. ഒപ്പം അവൾ കൈ വിടുവിക്കാനും നോക്കി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവളെ വിട്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കാശിയേട്ടനെ വിളിച്ചു പറയും. അവളെ വല്ലാതെ നോവിക്കുന്ന മിച്ചുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. മിച്ചു അവളെ വിട്. വിനീത പിടിവിട്ടുകൊണ്ട് മിച്ചുവിനെയും പിടിച്ചു മാറ്റി. ഇനി എൻ്റെ കാര്യത്തിൽ കൈകടത്താൻ നീ വന്നാൽ ചെവി അറിയാതെ നിന്നെ ഇല്ലാതാക്കാൻ എൻ്റെ രഞ്ജേട്ടൻ്റെ കയ്യിൽ ആളുകളുണ്ട്. നീ ഒന്ന് ചത്തു തുളഞ്ഞാൽ എൻ്റെ ചേച്ചിയും കാശിയേട്ടനും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. വെറുപ്പോടെ അപ്പുവിനെ പിടിച്ച് പിന്നിലേക്ക് ഉന്തിക്കൊണ്ട് മിച്ചു പറഞ്ഞു. ഞാനില്ലാതെയായാൽ എൻ്റെ കാശിയേട്ടൻ ഇവരെ കെട്ടുമെന്നത് നിന്റെ വെറും തോന്നലാണ് മിച്ചേച്ചി. അപ്പു ചുണ്ടിൽ ചിരി നിറച്ച് ചൊടിയോടെ പറഞ്ഞു. അവിടെ നിൽപ്പും സംസാരവും ഒക്കെ കേട്ട് ഇരുവരും ഒന്ന് പകച്ചു. ആരെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ പേടിച്ച് കണ്ണു നിറച്ചു നിൽക്കുന്ന അപ്പുവിനെ പ്രതീക്ഷിച്ചവർ ഇവിടെ തലയുയർത്തി നിന്ന് ധൈര്യത്തോടെ മറുപടി പറയുന്നവളെയാണ് കണ്ടത്. മതി വിച്ചു, വാ നമുക്ക് പോകാം, ബ്രേക്ക് ടൈം കഴിയാറായി. ഇനിയും നിന്നാൽ പണിയാകുമെന്ന് മനസ്സിലാക്കി മിച്ചുവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ അപ്പുവിനെ നോക്കി പുച്ഛിക്കാനും മറന്നില്ല വിനീത. എന്താ അച്ചു നീ നോക്കണേ? എന്നെ വിട്ടെ, എനിക്ക് കൈയൊക്കെ നോവുന്നു. വിനീതയും മിച്ചുവും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതും അപ്പുവിനെ പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കുന്ന അച്ചുവിനോട് അവൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയൊക്കെ പറഞ്ഞ് അവർക്ക് മുന്നിൽ ധൈര്യത്തോടെ നിന്നത് എൻ്റെ അപ്പൂസ് തന്നെയാണോ എന്ന് നോക്കിയതാണ് പൊന്നെ ഞാൻ. അപ്പുവിൻ്റെ കവളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് സന്തോഷത്തോടെ അച്ചു പറഞ്ഞു. ഞാനേ നിന്റെ ആ പഴയ പൊട്ടത്തി അപ്പൂസ് തന്നെയാണ്. പിന്നെ ഇന്ന് കാണിച്ച ധൈര്യം അതെൻ്റെ കാശിയേട്ടൻ എനിക്ക് തന്നതാണ്. തെറ്റ് ചെയ്യാതെ ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കാൻ പാടില്ല എന്ന് എപ്പോഴും എന്നോട് പറയുന്ന എൻ്റെ കാശിയേട്ടൻ തന്ന ധൈര്യം. കാശിയേട്ടൻ എന്ന വിളിയിൽ പോലും സ്നേഹം നിറച്ച് അപ്പു പറഞ്ഞു. എനിക്ക് തോന്നി, ദാ കൈയും കവളുമൊക്കെ ആകെ ചുവന്നല്ലോ അപ്പൂസെ. പറഞ്ഞിട്ട് അപ്പുവിൻ്റെ ചുവന്ന് കിടക്കുന്ന കവളിലും കൈത്തണ്ടയിലുമൊക്കെ തലോടി കൊടുത്തു അച്ചു. കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പാറും ഇന്ന് എന്താ ഇവിടെ ഇരിക്കുന്നേ? എൻ്റെ കുഞ്ഞിനെ അവിടെ കാണാഞ്ഞിട്ട് എന്തോ പോലെ. എന്തു പറ്റിയടാ ഇവിടെ വന്നിരിക്കാൻ? സാധാരണ കാശി വരാൻ നേരമാകുമ്പോൾ സിറ്റൗട്ടിലെ പടിയിലോ ഹാളിലോ സോഫയിലോ സ്ഥാനം പിടിച്ച് കാത്തിരിക്കുന്നവൾ ഇന്ന് മുറിക്കുള്ളിൽ ബെഡിൽ മുഖവും കനപ്പിച്ചിരിക്കുന്നത് കാണേ. അവൾക്കരികിലിരുന്ന് ആ താടിയിൽ പിടിച്ച് ഒന്ന് ഓമനിച്ചുകൊണ്ട് കാശി തിരക്കി. എന്നെ തൊടണ്ട. കാശിയുടെ കയ്യിൽ ഒരു തട്ട് വെച്ചു കൊടുത്തു അപ്പു. അയ്യോ, എൻ്റെ കള്ളിപ്പൂച്ച പിണക്കമാണോ? എന്താണ് പിണക്കത്തിൻ്റെ കാരണം? അവളുടെ കവൾ ഒന്ന് നുള്ളി കാശി. ആ അപ്പു വേദനിച്ചിട്ട് ഒന്ന് എരിവ് വലിച്ചു. അപ്പൂട്ടാ മോളെ, എന്താടാ ഇതൊക്കെ? എന്ത് പറ്റി? ആരാ ഇത് ചെയ്തേ? അവളാണോ ആ മിച്ചു? അവളുടെ കവളിലെ ചുവന്നു കിടക്കുന്ന മിച്ചുവിൻ്റെ വിരൽപ്പാടിൽ മൃദുവായി തലോടിക്കൊണ്ട് മുറുകിയ ശബ്ദത്തിൽ ചോദിച്ചു. കാശിയേട്ടാ, വിറയാർന്ന ശബ്ദത്തിൽ അപ്പു വിളിച്ചു. എന്താടാ? അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളും ചുവന്നു തടിച്ച കവിളിലും നോക്കി കാശി വിളികേട്ടു. കാശിയേട്ടൻ അപ്പുവിൻ്റെ അല്ലേ? അപ്പുവിൻ്റെ മാത്രമല്ലേ? തുളുമ്പുന്ന മിഴിയിണകളോടെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ രണ്ട് കൈകൊണ്ടും അവൻ്റെ വയറിന് ഇരുവശവും ഷർട്ടിൽ മുറുകെ പിടിച്ചിരുന്നു അപ്പു ചോദിച്ചു. ആണല്ലോ, എൻ്റെ അപ്പൂട്ടൻ്റെ മാത്രമാണ് കാശിയേട്ടൻ. ഇങ്ങനെ കരയില്ലേ കുഞ്ഞെ. അപ്പൂട്ടൻ്റെ മാത്രമാണ് കാശിയേട്ടൻ. അവളുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്തു. ഇരു കൈകൊണ്ടും ശ്വാസം മുട്ടും വിധത്തിൽ വരിഞ്ഞു ചുറ്റി പുണർന്നു. മുഖത്താകെ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് കാശി പറഞ്ഞു. അപ്പൂട്ടാ. അപ്പൂസേ. സ്വല്പം കഴിഞ്ഞ് കാശി അവളെ നെഞ്ചോരം ചേർത്തിരുത്തിക്കൊണ്ട് വിളിച്ചു. പെണ്ണതിന് നീട്ടി ഒന്ന് മൂളിക്കൊണ്ട് ഒന്നുകൂടെ അവനിൽ ചേർന്നിരുന്നു. മിച്ചു ആണോ എൻ്റെ അപ്പൂട്ടനെ വേദനിപ്പിച്ച്? അവളുടെ മുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തു കവളിൽ അരിമയോടെ തലോടി ആ കാതോരം ചുണ്ടുരസിക്കൊണ്ട് കാശി ചോദിച്ചു. ആ വിനീതയുമുണ്ടു. അപ്പു അറിയാതെ പറഞ്ഞുപോയി. ആ മൂളലിൽ കാര്യം മനസ്സിലായ കാശിയുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കാശി ജയൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബീഫും കപ്പയും ഒക്കെ വാങ്ങി തിരികെ എത്തുമ്പോൾ സിറ്റൗട്ടിൽ തന്നെ ഒരുത്തിയിരിപ്പുണ്ട്. ആഹാ, അപ്പൂട്ടൻ കാശിയേട്ടനെ കാത്തിരിക്കുവാണോ? അവനെ കണ്ട് എഴുന്നേറ്റ് വന്ന് കവറൊക്കെ കയ്യിൽ വാങ്ങി പിടിച്ച പെണ്ണിനോട് ചോദിച്ചുകൊണ്ട് തന്നെ വണ്ടി ഒതുക്കി വെച്ചു കാശി. അപ്പു ഒന്നും മിണ്ടാതെ ആ കവറും വാങ്ങി മുഖവും വെട്ടിച്ച് ഒറ്റ പോക്കങ്ങ് പോയി അടുക്കളയിലേക്ക്. ഇതെന്തു പറ്റി എൻ്റെ അപ്പൂട്ടന്? അപ്പുവിൻ്റെ പോക്ക് കണ്ട് ആലോചനയോടെ അവൾക്ക് പിന്നാലെ ചെന്നു കാശി. അപ്പു, ഡി പെണ്ണേ. അപ്പൂട്ടാ. അവൾക്ക് അടുത്ത് വന്ന് നിന്ന് വിളിച്ചിട്ടും പെണ്ണൊരു മൈൻഡുമില്ലാതെ ബീഫിന് വേണ്ട ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയുമൊക്കെ തിരക്കിട്ടെടുക്കുന്നുണ്ട്. അപ്പു,
ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്താന്ന് പറയുന്നുണ്ടോ? വിളിച്ചിട്ട് മൈൻഡില്ലാതെ നിൽക്കുന്നവളെ ബലമായി പിടിച്ചു തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ തിരക്കി. എന്തിനാ കുഞ്ഞമ്മാവൻ്റെ വീട്ടിൽ പോയി വഴക്കിട്ടത്? കണ്ണൊക്കെ നിറച്ചുകൊണ്ടാണ് ചോദ്യം. എൻ്റെ ദൈവമേ, ഇതാരാവും ഇത്ര വേഗം ഇവിടെ വിളിച്ചു പറഞ്ഞു കൊടുത്തത്? കിച്ചൺ സ്ലാബിൽ ചാരിയിരുന്ന് ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റിയിലൊന്ന് തലോടിക്കൊണ്ട് കാശി ചിന്തിച്ചു. അതില്ലേ അപ്പൂട്ടാ, ഞാൻ ചെറിയച്ഛനെ കാണാൻ പോയതാണ്. കാശി അവളെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കള്ളം പറയുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് എന്നോട് കള്ളം പറയാമോ കാശിയേട്ടാ? ചുണ്ടു കോർപ്പിച്ച് നിന്നുകൊണ്ട് അപ്പു തിരക്കി. അത് പിന്നെ എൻ്റെ കൊച്ചിനെ നോവിച്ചിട്ട് അതിനെയൊക്കെ ഞാൻ വെറുതെ വിടുമോ? പിന്നെ കള്ളം പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആരോടും വഴക്കൊന്നും ഇട്ടില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതേ ഉള്ളൂ. അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വഴക്കിട്ടിട്ടില്ലല്ലോ അല്ലേ കാശിയേട്ടാ അവരോട്? അവൻ്റെ മുഖം പിടിച്ചു വെച്ചുകൊണ്ട് അവൾ തിരക്കി. ഇല്ലല്ലോ. രണ്ടാളുടെയും അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു, അത്രയുള്ളൂ. സത്യം. എന്നെ വിശ്വാസമില്ലേ ചെറിയച്ഛനോട് ചോദിക്ക്. പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിൽ ഒന്ന് തട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. നമുക്ക് ആരോടും വഴക്ക് വേണ്ട. കാശിയേട്ടൻ എന്ത് പറഞ്ഞാലും അവർ നന്നാവാനും പോകില്ല. കാശിയേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുള്ള ദേഷ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആ നിരഞ്ജൻ്റെ കാര്യം കൂടെ പറഞ്ഞില്ലേ, അപ്പോൾ ദേഷ്യം കൂടി. രണ്ടാളും എന്തു വേണേ പറയേ ചെയ്യട്ടെ. ഇനി ഒന്നും പറയണ്ട. എൻ്റെ കാശിയേട്ടനെ വഴക്കാളി എന്ന് ആരും പറയുന്നത് എനിക്കിഷ്ടമല്ല. അവൻ്റെ അടുത്ത് അങ്ങനെ ചേർന്ന് നിന്ന് അപ്പു പറഞ്ഞു. എൻ്റെ കുഞ്ഞു പാറുവിനെ വേദനിപ്പിച്ച ഞാൻ ചോദിക്കും. നല്ലോണം രണ്ടു കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ ആരായാലും. അതിന് എന്നെ ആര് വഴക്കാളി എന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഈ കാര്യങ്ങൾ സെറ്റാക്ക്. ഞാൻ പോയിട്ട് ഈ വേഷമൊക്കെ മാറി വരാം. അവൻ്റെ ആ മറുപടിയിൽ വീർത്ത പെണ്ണിൻ്റെ കവളിൽ കുഞ്ഞൊരു കുത്തുകൊടുത്തു പറഞ്ഞു കൊണ്ട് കാശി മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അപ്പു അവൻ പറഞ്ഞത് കേട്ട് കണ്ണു മുഴിപ്പിച്ച് അവൻ പോകുന്നത് നോക്കി നിന്നു. അല്ല പൂട്ടാ, ഈ കാര്യങ്ങളൊക്കെ ചൂടാറും മുമ്പ് എൻ്റെ കുഞ്ഞിനെ വിളിച്ച് അറിയിച്ചത് ആരാടാ? വേഷം മാറി വന്ന് ബീഫ് വൃത്തിയാക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അവൻ തിരക്കി. അതൊന്നും ഞാൻ പറയൂല. കാശിയേട്ടൻ അവരോടും വഴക്കിടും. പെണ്ണ് ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എടി പെണ്ണേ, ഞാൻ വഴക്കാളിയാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയെടി? നിന്നെ ഈ കുടുംബത്തിലുള്ളവർ ഉപദ്രവിക്കുന്നത് കൊണ്ടല്ലേടി ഞാൻ അവരോടൊക്കെ വഴക്കിടുന്നേ? അവളുടെ അടുത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ചെറുക്കൻ തിരക്കി. അതാണ് അമ്മമ്മ പറഞ്ഞത്. അമ്മമ്മയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എന്ന് കാശിയേട്ടനോട് പറയണ്ടെന്ന് അപ്പോൾ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു. അപ്പോൾ അച്ചമ്മയാണ് ന്യൂസ് ഇവിടെ എത്തിച്ചത്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാശി സ്വയം എന്നോണം പറഞ്ഞപ്പോൾ ആണ് താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അപ്പു ഓർത്തത്. അയ്യോ, അമ്മമ്മയോട് പോയി ചോദിക്കല്ലേ കാശിയേട്ടാ. ഏട്ടനോട് പറയണ്ട എന്നാണ് അമ്മമ്മ എന്നോട് പറഞ്ഞത്. പറഞ്ഞിട്ട് സങ്കടത്തിൽ അവനെ നോക്കി നിന്നു പെണ്ണു. എൻ്റെ കുഞ്ഞിപ്പാറ് പറഞ്ഞതെന്തെങ്കിലും ഞാൻ പോയി ആരോടെങ്കിലും പറയോ? അവളുടെ കാതിൽ തൊട്ടില്ലെന്ന മട്ടിൽ ചുണ്ടടുപ്പിച്ചു പറഞ്ഞു കാശി. പെണ്ണ് നേർത്തൊരു കുളിരോടെ മൂളി. കൊള്ളാം, വീട് കയറി വന്ന് ഭീഷണി മുഴക്കാൻ ഇവനെന്താ ഗുണ്ടയോ? ഇവനോട് തിരികെ ചോദിക്കാൻ ഈ തറവാട്ടിൽ വേറെ ആണുങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇവന് മാത്രമുള്ള ഒരു അപ്പൂട്ടൻ. ആ പെണ്ണിനെ കെട്ടിയ ശേഷമാണ് ഇവന് ഇത്രയും അഹങ്കാരം. കാശി വീട്ടിൽ വന്ന് പറഞ്ഞതിൽ നിരഞ്ജൻ്റെയും മിച്ചുവിൻ്റെയും കാര്യം പറയാതെ ബാക്കിയൊക്കെ പൊടുപ്പും തൊങ്ങലും വെച്ചു വിനയ പറഞ്ഞു കേൾപ്പിച്ചത് കേട്ടിട്ടാണ് ഹേമയുടെ ഈ മറുപടി. ഇവിടെ അപ്പുവും കാശിച്ചേട്ടനും എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അമ്മായി പറയുന്നത്? കാശിച്ചേട്ടൻ അപ്പുവിൻ്റെ ഭർത്താവാണ്. ആ ആളെ മറ്റൊരു ചിന്തയോടെ വേറെ ഒരു പെണ്ണ് നോക്കുന്നതോ പറയുന്നതോ ഒരു ഭാര്യയ്ക്കും സഹിക്കില്ല. അതുപോലെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവർ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നതോ തെറ്റായ ചിന്തയോ നോക്കുന്നതോ ഒന്നും ഒരു ഭർത്താവും ക്ഷമിക്കില്ല. മിച്ചു എന്തിനാ ആ വിനീതയെ സപ്പോർട്ട് ചെയ്യുന്നേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഇത്രയും പറയുന്ന അമ്മായി ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോൾ ഇപ്പോഴും ആദ്യേട്ടൻ്റെ പിന്നാലെ വന്ന ഞാനോ നിങ്ങൾ ആരെങ്കിലുമോ വെറുതെ വിടുവോ? അപ്പുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ രണ്ടിനും മുഖം അടച്ചു കൊടുത്തേനെ. ഹേമയും വിനയും ആ പറഞ്ഞത് സോണിക്ക് അത്ര ഇഷ്ടമാവാതെ ചോദിച്ചിട്ട് ഇരുവരെയും നോക്കി. അല്ല സോണി, നീ ഇത്രയ്ക്ക് രോഷം കൊള്ളാൻ വിനിമോള് ചെയ്തത് തന്നെയല്ലേ നീയും ചെയ്തത്? വിനയ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് സോണിയെ നോക്കി ചോദിച്ചു. ഞാനെന്ത് ചെയ്തു? ഞാനേ അപ്പുവിൻ്റെ ഭർത്താവിനെ അല്ല ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെയും നിങ്ങളുടെ വിനിമോലെയും ഒരു ത്രാസിൽ തൂക്കേണ്ട. വിനയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് സോണി പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോൾ സോണി മോൾക്ക് നമ്മളെക്കാട്ടിലുമൊക്കെ വലുത് ആ അപ്പു ആണെന്ന് തോന്നുന്നു ഏട്ടത്തി. വിനയ ഇല്ലാത്ത കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു. സോണി മോൾ ഒന്നും മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതല്ല വിനയെ. ഈ പറഞ്ഞതുപോലെ ഇനിയും വിനി എന്തിനാ ആ ചെറുക്കൻ്റെ പിന്നാലെ നടക്കുന്നത്? വിജയൻ ചേട്ടൻ വിചാരിച്ചാൽ അവൾക്ക് അവനേക്കാൾ എത്രയോ നല്ല പയ്യനെ കിട്ടും. ഇനിയും കൂടുതൽ പറഞ്ഞാൽ സോണി കടുത്തെന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്ന പേടിയിൽ ഹേമ പെട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ ആലോചനയാണ് വന്നത്. പക്ഷേ പെണ്ണെടുക്കുന്നില്ല. അതും അങ്ങ് അമേരിക്കയിൽ. എന്നിട്ടും അവൾക്കത് വേണ്ടാന്ന്. വിനയ താടിക്ക് കൈ ചേർത്ത് പറഞ്ഞത് കേട്ട് സോണി പുച്ഛത്തിൽ ചുണ്ടെന്ന് കൂട്ടി.